നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം കാർത്തിക നക്ഷത്ര ജാതകരുടെ ജനനം. 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ ഏതെങ്കിലൊക്കെ 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ ജനിക്കുമ്പോൾ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ആ ജനനത്തിൻ്റെ പാദങ്ങളിൽ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാർത്തിക നക്ഷത്ര ജാതകർ ഭാവിയെപ്പറ്റിയൊന്നും അത്രയ്ക്ക് വലുതായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. എന്ന് പറഞ്ഞാൽ ഭാവിയെപ്പറ്റി വ്യാകുലതപ്പെടാതെ അന്നന്ന് കഴിയുന്ന രീതിയിൽ ഇന്നത്തെ കാര്യം ഇന്ന് എന്നുള്ള നാളെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ ഇന്നത്തെ കാര്യം മാത്രം അങ്ങനെ രീതിയിൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടത്തിലുള്ള നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജന്മരാശി എന്ന് പറയുന്നത് ഇടവമായതിനാൽ ശനി അനുകൂലമാണ്. ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് വരുന്ന തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെയെല്ലാം ഒടുവിൽ എത്തുമ്പോൾ ശുഭകരമായി കലാശിക്കും എന്നതും വിരോധികളായവർ ശത്രുസ്ഥാനത്ത് വന്ന് നിൽക്കുന്നവർ അനുകൂലമായി വരികയുമൊക്കെ ചെയ്യും എന്നുള്ളതാണ്. മുന്നോട്ട് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രക്കാർ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത ഇവരിൽ കൂടുതലായിരിക്കും. നക്ഷത്രക്കാരിൽ ആത്മാർത്ഥത കൂടുതലായിരിക്കും. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ ചന്ദ്രൻ്റെ ഉച്ചരാശിയിലായതിനാൽ മാതാവിൻ്റെ വാത്സല്യം വളരെ കൂടുതലായിരിക്കും. ഇവിടെ സൂര്യൻ്റെ ഉച്ചരാശി 12 ആയതിനാൽ പിതാവിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹം വളരെ കുറവായിരിക്കും. സഹോദരകാരകനായ ചൊവ്വ 12ൻ്റെ അധിപനായതിനാൽ സഹോദരന്മാരിൽ നിന്നുള്ള നന്മയും വളരെ കുറഞ്ഞു തന്നെ ഇരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് 360 ഡിഗ്രി വരുന്ന രാശിചക്രത്തെ 27 മേഖലകളായി തിരിച്ചിരിക്കുന്നു. മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു നക്ഷത്ര മേഖലയുടെ വ്യാപ്തി എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റാണ്. ഇതിൽ 3ാമത്തെ നക്ഷത്ര മേഖലയായ കാർത്തിക നക്ഷത്രം മേടത്തിൽ 26 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 40 ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്നു. അതാണ് കാർത്തിക നക്ഷത്രം. രാശിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ കാർത്തിക നക്ഷത്ര മേഖലയുടെ ഒരു പാദം, അതായത് 3 ഡിഗ്രി മുതൽ 20 മിനിറ്റ് 15 അല്ലെങ്കിൽ 15 നാഴിക ആദ്യത്തെ മേടം രാശിയിലും ബാക്കിയുള്ള 10 ഡിഗ്രി അഥവാ 45 നാഴിക ഇടവൻ രാശിയിലുമായി വ്യാപിച്ച് കിടക്കുന്നു. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ രവിയാണെന്ന് ഞാൻ പറഞ്ഞു. ചന്ദ്രൻ കാർത്തിക നക്ഷത്ര മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ, അതായത് 26 ഡിഗ്രി 40 മിനിറ്റും 40 ഡിഗ്രിക്കും ഇടയിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ജനിക്കുന്ന ശിശുവിൻ്റെ ജന്മനക്ഷത്രം കാർത്തിക നക്ഷത്രം ആയിരിക്കും എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപൻ രവിയുടെയും രാശാധിപന്മാരായ കുജശുക്രന്മാരുടെയും നക്ഷത്രാപഹാരനാഥന്മാരായിരിക്കുന്ന വരുന്ന ഗ്രഹങ്ങളുടെയും സ്വഭാവ സവിശേഷതകളും സ്വാധീനവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ഭരണസാമർഥ്യമുള്ള ആൾക്കാരായിരിക്കും. സ്ത്രീകൾ ഈ സാമർഥ്യം ഗൃഹഭരണത്തിൽ വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുന്നതുമാണ്. ജാതകത്തിൽ ചന്ദ്രന് ബലം കുറഞ്ഞിരുന്നാൽ അങ്ങനെയുള്ള ജാതകർക്ക് ശ്വാസകോശ രോഗങ്ങളോ ക്ഷയരോഗങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ദാമ്പത്യത്തിൽ നല്ല ജീവിത പങ്കാളി വന്നു ചേരുന്നതാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക്. ആയതിനാൽ ഈ നക്ഷത്രക്കാരുടെ ഗാർഹിക ജീവിതം എന്ന് പറയുന്നത് സാമാന്യം തൃപ്തികരമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ബുധൻ, ശനി എന്നീ നല്ല ദിവസങ്ങൾ ആയിരിക്കും. ഞായറാഴ്ച ദിവസത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ലാഭം ഉണ്ടാക്കുകയില്ല എന്നുകൂടി ഓർക്കുക. കൂടാതെ തന്നെ മകയിരം, പുണർദം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അന്ന് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളും
കാര്യങ്ങളുമൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയില്ല, നന്നായിരിക്കുകയില്ല എന്നുള്ളതാണ്. അധികം ഭക്ഷണം കഴിക്കുന്നവനും പരസ്ത്രീയിൽ താൽപ്പര്യമുള്ളവനും തേജസ്വിയും പ്രസിദ്ധനുമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ എന്നത് ബൃഹസംഹിതയിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെ കാർത്തിക നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 0 നാഴിക മുതൽ 15 നാഴിക വരെയുള്ള സമയത്ത് ജനിക്കുന്ന വ്യക്തി മെലിഞ്ഞ് പൊക്കമുള്ളവരായും ഉയർന്നതും താണതുമായ നെറ്റിത്തടം ഉള്ളവനായും തെക്ക് വടക്കായിട്ട് കാണുന്ന പ്രദേശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായ ഗൃഹത്തിൽ ജനനം എന്നിവയാണ് ബലം വരുന്നത്. ഈ രീതിയിൽ ജനിക്കുന്നവർ യാത്രാശീലരും ദുർബലനും കുതിരയുടെ മുഖത്തോട് സാദൃശ്യമുള്ളവനും കുടിലബുദ്ധിക്ക് ഉടമയുമായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. കാർത്തിക നക്ഷത്രം 2-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 15 നാഴിക മുതൽ 30 നാഴിക വരെയുള്ള സമയത്ത് ജനിക്കുകയാണെങ്കിൽ സാമാന്യമായ ശരീരത്തോടു കൂടിയ വ്യക്തിയും കറുത്ത നിറമുള്ളവനും ഭയമുള്ള സ്വഭാവമുള്ളവനും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാൻ മടിയില്ലാത്തവനും നീചനും പ്രകൃതിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവനും കുടിലദൃഷ്ടിയുള്ളവനും എന്നിങ്ങനെയാണ് ഫലങ്ങൾ വരുന്നത്. തെക്ക് വടക്കായ പ്രദേശത്ത് കിഴക്ക് ദർശനമായ ഗൃഹത്തിൽ ജനനം, കൂടാതെ തന്നെ ഉപയോഗശൂന്യമായ കിണറോ കുളമോ ഉള്ള പ്രദേശമായിരിക്കും, പ്രകൃതി വിപരീത സ്വഭാവത്തിൽ നിൽക്കുന്ന പ്രദേശമായിരിക്കും എന്നുകൂടി ഉണ്ട്. തുടർന്ന് വരുന്നത് കാർത്തിക നക്ഷത്രം 3-ാം പാദത്തിൽ ജനിച്ചാൽ, അതായത് 30 നാഴിക മുതൽ 45 നാഴിക വരെയുള്ള സമയത്ത് ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തി മടിയനായും എപ്പോഴും തലകുനിച്ചിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ളവനും അല്പബുദ്ധിയും കളവ് പറയുന്നവനും വിപരീത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനുമായിരിക്കും എന്നുള്ളതാണ് ഫലം. കിഴക്ക് പടിഞ്ഞാറേ പ്രദേശത്ത് വടക്ക് ദർശനമായ ഗൃഹത്തിൽ ജനനം, വീടിനോട് ചേർന്ന് തന്നെ കുളമോ അതിനോട് ചേർന്ന് വൃക്ഷങ്ങളും ഉള്ള പ്രദേശമായിരിക്കും. മടിപിടിച്ച സ്വഭാവവും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമവും അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവനുമായിരിക്കും എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രം 4-ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, അതായത് 45 നാഴിക മുതൽ 60 നാഴിക വരെയുള്ള സമയത്ത് ജനിക്കുമ്പോൾ കോമളമായ ശരീരം ഉള്ളവനും മനോഹരമായ നാസികയും വലിയ കണ്ണുകൾ ഉള്ളവനും ദീർഘശരീരമുള്ളവനും യജ്ഞാദി പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം ഉള്ളയാളും ഉറച്ച കൈകാലുകൾ ഉള്ളവനും എന്നിങ്ങനെ രീതിയിൽ ഫലങ്ങൾ വരുന്നു. കാർത്തിക നക്ഷത്രത്തിന് വെളുത്ത പുഷ്പം, ജ്യോത്സ്യൻ, ഖനി, ക്ഷുരകം അല്ലെങ്കിൽ ക്ഷുരകൻ, അഗ്നിഹോത്രി എന്നിവയുമായി ബന്ധമുണ്ടെന്ന് ബൃഹസംഹിതയിൽ വിവരിക്കുന്നുമുണ്ട്. അപ്പോൾ വീഡിയോ ഉപയോഗമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമയം കിട്ടുന്നത് പോലെ എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരുന്നതാണ്. ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.